അസ്സലാമലൈക്കും. ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി. ഞങ്ങളിപ്പോൾ ഉള്ളത് എൻ്റെ നാടായ പൊന്നാനിയിലാണ്. പൊന്നാനിയിലെ ഒരുപാട് കാഴ്ചകൾ, അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രം, ഏറ്റവും വലിയൊരു കേന്ദ്രമായി മാറുകയാണ് പൊന്നാനി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഞാനിപ്പോൾ മദീനയിൽ നിന്ന് വന്ന് ഇപ്പോൾ നാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലിപ്പോൾ പൊന്നാനിയിൽ ലൈറ്റ് ഹൗസിലൊന്ന് കയറാൻ വേണ്ടി വന്നതാണ്. വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും പൊന്നാനിയുടെ ചരിത്രമുറങ്ങുന്ന പൊന്നാനിയിലാണ് ഇപ്പോൾ ഉള്ളത്. പൊന്നാനിയിൽ ഒരുപാട് ഭാഗങ്ങൾ ടൂറിസത്തിൻ്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ അവിടുത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. കുറേ കാലങ്ങളായി ഇവിടെ സന്ദർശനമൊക്കെ നിർത്തിവെച്ചതായിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു ഭാഗം, പാർക്ക്, ചെറിയൊരു പാർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇവിടെ വളരെ ചെറിയൊരു റേറ്റാണ് ഇവിടെ, ഫീസാണ് ഇവിടെ സ്വീകരിക്കുന്നത്. വലിയ ആളുകൾക്ക് 10 രൂപയും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് 5 രൂപയുമാണ് ഇവിടെ ഈടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മനോഹരം തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് കുട്ടികളുമായിട്ട് ഒത്ത് കുറച്ച് നേരം നമ്മൾ വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം തന്നെ ഇവിടെ ലൈറ്റ് ഹൗസിൻ്റെ താഴെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തുള്ള ചില ഭാഗങ്ങളൊക്കെ കാണിച്ചാൽ ഇതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വേറെ ഒരുപാട് സെറ്റപ്പുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇരുന്ന് കുറേ നേരം വിശ്രമിക്കാനും അതുപോലെ തന്നെ നമുക്ക് വലിയവർക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണേണ്ടതുണ്ട്. പൊന്നാനി ഏകദേശം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അറബിക്കടൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അറബിക്കടലിലേക്ക് ഭാരതപ്പുഴ സംഗമിക്കുന്ന ആ ഭാഗവും അഴിമുഖം ഒക്കെ നമുക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം വെറും 10 രൂപ കൊണ്ട് നല്ലൊരു പൊന്നാനിയുടെ നല്ലൊരു വൈബ് കാണാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഈ ലൈറ്റ് ഹൗസിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം ലൈറ്റ് ഹൗസ് എന്തിനാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പുനർനിർമ്മാണം നടന്നിരിക്കുന്നത് 1983-ലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ടെക്നോളജി പരമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു താഴ്ഭാഗമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഒരു ബോർഡ് നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. ഈ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫോട്ടോ എടുക്കാനും എല്ലാ സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരം തന്നെയാണ് ഇപ്പോൾ ലൈറ്റ് ഹൗസ്, പൊന്നാനി ലൈറ്റ് ഹൗസിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സന്ദർശകർക്ക് ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ സന്ദർശിക്കുകയാണെങ്കിൽ 10 രൂപ കൊണ്ട് നമുക്ക് നല്ലൊരു വൈകുന്നേര സമയത്ത് ഒരു വിശ്രമിക്കാനും നല്ലൊരു സൗകര്യമാണ് ഇവിടെ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും പൊന്നാനിയിൽ വരുന്നവർ ഇവിടെ കൈൻഡോരമാതി ഇവിടെ സന്ദർശിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഹൈറ്റ് ഞാൻ കാണിച്ചു തരുന്നതാണ്. പക്ഷേ അതിൽ ക്യാമറയിൽ പകർത്തിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുകയില്ല. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ ഡോറാണ് കാണുന്നത്. ഈ ഡോറിലൂടെ നമുക്ക് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമെന്ന് തോന്നുന്നു. വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കയറിയിട്ട് കാണിച്ചു തരാം ആ ഒരു ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്, മലയാളത്തിലും അതുപോലെ തന്നെ ഹിന്ദിയിലൊക്കെ എഴുതി വെച്ച ഒരു ബോർഡ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? 1983-ലാണ് ഈ ഒരു ഉദ്ഘാടനം ഇവിടെ പുനർക്രമീകരിച്ചു കൊണ്ടുള്ള ഒരു ഉദ്ഘാടനം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു ബൗണ്ടറി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷനിൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഒരു കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത് കേന്ദ്ര ഷിപ്പിംഗ് സഹമന്ത്രി, അന്നത്തെ സഹമന്ത്രിയായിരുന്ന അൻസാരി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇത് വീണ്ടും പുനഃക്രമീകരിച്ചുകൊണ്ട് 1983 ഉദ്ഘാടനം കഴിക്കുന്നത്. പൊന്നാനി ദീപസ്തംഭം ഉദ്ഘാടനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അൻസാരി എന്ന് പറയുന്ന കേന്ദ്ര കപ്പൽ വകുപ്പ് സഹമന്ത്രിയാണ് അദ്ദേഹം അന്ന് ആയിരുന്നത്. അപ്പോൾ ആ ഒരു ഹിന്ദിയിലും ഇവിടെ എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട് പൊന്നാനി പ്രകാശ് സ്തംഭ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ ദീപസ്തംഭം എന്ന് പറയുന്ന പോലെ പ്രകാശ് സ്തംഭ് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നടക്കാനുള്ള നല്ലൊരു ചെറിയ കല്ലുകൾ വെച്ചിട്ടുള്ള നല്ല ഒരു ടൈലിൻ്റെ കല്ലുകൾ വെച്ചത്, മാർബിളിൻ്റെ ഒക്കെ കല്ലുകൾ വെച്ച് കൊണ്ടുള്ള ഒരു ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരം തന്നെ. ഇതിലൂടെ നടക്കുമ്പോൾ നല്ല ചെരുപ്പിടാതെ നടക്കുമ്പോൾ വളരെ രസമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുകളിലേക്ക് കയറേണ്ടതുണ്ട്. മുകളിലെ നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നുണ്ടാവും. ക്യാമറയിൽ
അത്ര നമുക്ക് ഇത്രയൊക്കെ കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് കയറാനുള്ളത്. അപ്പോൾ അതിൻ്റെ ലൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കടലിലേക്ക് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. അവർക്ക് വേണ്ടി തന്നെയാണ് ഈ ലൈറ്റ് ഹൗസൊക്കെ പഴയ കാലത്തൊക്കെ നിർമ്മിച്ചു വന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് ഇങ്ങനെ ഒരു ലൈറ്റ് ഹൗസ് ഉള്ളത്. മലപ്പുറം ജില്ലയിലത്തെ ലൈറ്റ് ഹൗസ് പൊന്നാനിയിലാണ്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഇവിടുന്ന് വടക്ക് ഭാഗത്ത് പോകുമ്പോൾ നമുക്ക് ചാലിയൻ ഭാഗത്ത് ഇതൊക്കെ കോഴിക്കോട് അവിടെയാണ് കാണുന്നത്. പിന്നെ കാണുന്നത് തൃശ്ശൂർ ചാവക്കാടാണ്. അപ്പോൾ പൊന്നാനിയിലെ ഇവിടുത്തെ ലൈറ്റ് ഹൗസ് എന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 15 സെക്കൻഡ് കൂടുമ്പോഴാണ് ലൈറ്റ് കടലിലേക്കും മറ്റുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പ്രകാശിക്കുന്നത്. അതിൻ്റെ ഒരു കണക്ക് വെച്ചിരിക്കുന്നത് 15 സെക്കൻഡാണ്. അപ്പം മറ്റുള്ള ഭാഗത്ത് ചാലിയത്തൊക്കെ ചിലപ്പം ആ ഒരു സെക്കൻഡിൽ വ്യത്യാസം വരും. അപ്പോൾ ഞങ്ങളിപ്പോൾ മുകളിലോട്ടാണ് കയറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണുന്നുണ്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇങ്ങനെ വളഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കയറുമ്പോൾ അത്ര ബുദ്ധിമുട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോൾ അത് ഞാൻ അതിൻ്റെ ഇത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഓരോ ജനലുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കടലിലേക്ക് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ കാണാനുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ നല്ലൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വളരെ സുന്ദരം തന്നെയാണ് ഈ ഒരു കാഴ്ച. അപ്പം ഇങ്ങനെ വളഞ്ഞ് ഞങ്ങളിങ്ങനെ മേൽപോട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഇങ്ങനെ ഓരോ ജനൽ കാണുമ്പോഴാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അറബിക്കടൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ ഏകദേശം എത്തി തുടങ്ങിയിരിക്കുകയാണ്, മുകളിലേക്ക് ഏകദേശം എത്തി തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഇതിങ്ങനെ റൗണ്ടായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നെ സാവകാശം കയറിയോണ്ട് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളത് ലൈറ്റ് ഹൗസിൻ്റെ മുകളിലാണ്, ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അറബിക്കടലിലേക്ക് ഭാരതപ്പുഴ സംഗമിക്കുന്ന ആ ഒരു ഭാഗം അഴിമുഖം എന്ന് പറയും, അത് ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് കുറച്ച് ദൂരെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വളരെ നല്ല സുന്ദരമായ രീതിയിൽ തന്നെ ഇവിടുന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവിടെ വീടുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം മേൽപോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തെങ്ങുകൾ, പച്ചപ്പുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കരയിൽ. അതുപോലെ തന്നെ ഈ ഒരു പടിഞ്ഞാറ് ഭാഗത്ത് കടലും ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇപ്പോൾ തെക്ക് വശത്തുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ പുതുവന്നാനി ആ സൈഡാണ്, ആ ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അങ്ങോട്ടുള്ള ഒരു ഭാഗമാണ്. അവിടെയൊക്കെ പച്ചപ്പുകളാണ് കാണുന്നത്. ഏകദേശം മരക്കടവിലുള്ള പള്ളിയുടെ ബദർ പള്ളിയുടെ മിനാരങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അതുപോലെ തൊട്ടടുത്തുള്ള വീടുകളൊക്കെ ചെറുതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. മാഷാ അല്ലാഹ്, നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ്. കടലിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മുകളിൽ നിന്ന് വളരെ നല്ല കാറ്റ് ആണ് കേട്ടോ ഇവിടെ മുകളിൽ. നമുക്ക് താഴെ ഉള്ളതുപോലല്ല, മുകളിൽ നല്ല കാറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കുട്ടികളൊത്ത് മേലെ കയറിയിരിക്കുകയാണ്. മുമ്പൊക്കെ മത്സ്യത്തൊഴിലാളികൾ പറയാറുള്ളത് പോലെ തന്നെ അവർ നമ്മോട് പറയാറുണ്ടായിരുന്നു, ഈ ഒരു ലൈറ്റ് ഹൗസ് നോക്കിയിട്ടാണ് ഞങ്ങൾ ദിശ കണ്ടെത്തുന്നത്, അത് ഏത് ഭാഗമാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 15 സെക്കൻഡ്, അത് പൊന്നാനി ലൈറ്റ് ഹൗസിനുള്ള പ്രത്യേകതയാണ്. 15 സെക്കൻഡ് കൂടുമ്പോഴാണ് ഈ ലൈറ്റ് ഇങ്ങനെ കടലിലേക്ക് വീശുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സെക്കൻഡ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് പൊന്നാനിയിലെ ലൈറ്റ് ഹൗസാണ്, പൊന്നാനി ഏരിയ ആണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞതുപോലെ തന്നെ കടലിലേക്ക് നമ്മൾ വഞ്ചിയുമായിട്ട് കടലിലേക്ക് പോകുമ്പോൾ പിന്നെ ചുറ്റും വെള്ളമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക, കര കാണാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റൊക്കെ വരുമ്പോഴായിരിക്കും, ലൈറ്റ് ഹൗസിൽ നിന്നുള്ള ലൈറ്റ് അടിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കര ഈ ഒരു ഭാഗത്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഓരോ ലൈറ്റ് ഹൗസുകൾക്കും അതിൻ്റെ സെക്കൻഡ് വ്യത്യാസം ഉണ്ടായതുകൊണ്ട് തന്നെ പൊന്നാനി 15 സെക്കൻഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇത് പൊന്നാനി ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മളോട് പറയാറുള്ളത് പോലെ തന്നെ ഈ ഒരു ദിശ, ഈ ലൈറ്റ് ഹൗസ് വന്നതിന് ശേഷമാണ് ഒരു ദിശ മനസ്സിലാക്കാൻ പറ്റിയത് എന്ന് പറയാറുണ്ട്. അതുപോലെ അതിൻ്റെ താഴ്ഭാഗമാണ് നമ്മളിപ്പോൾ കയറി വന്ന ഭാഗമാണ് കാണുന്നത്, ഗേറ്റാണ് കാണുന്നത്. നേരത്തെ കുട്ടികളൊക്കെ കളിച്ചിരുന്ന ആ ഒരു പാർക്കും ആ ഭാഗങ്ങളാണ് കാണുന്നത്. അപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ആ ഗേറ്റാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് സൗകര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും മറ്റ് കുറച്ച് ദൂരെ നമുക്ക് വാഹനം നിർത്താനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ മനോഹരം തന്നെയാണ് ഈ ഒരു സമയത്ത്, വൈകുന്നേര സമയത്ത് ആയതുകൊണ്ട് വളരെ വെയിൽ ചൂടൊന്നും കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല കടലിൽ നിന്നുള്ള നല്ല ശുദ്ധ വായു നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു നല്ലൊരു ആ മുകളിൽ നിന്നുള്ള നല്ലൊരു സൗന്ദര്യമായ ആ ഒരു കാഴ്ച മനോഹരം തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നാലും പൊന്നാനിയിൽ വരുന്നവർ അല്ലെങ്കിൽ പൊന്നാനി സന്ദർശിക്കാൻ ഹാർബറൊക്കെ അതുപോലെ തന്നെ കർമ്മ റോഡിലേക്ക് വരുന്നവർ ഈ ഒരു ലൈറ്റ് ഹൗസ് നിങ്ങൾ സന്ദർശിക്കണം. കാരണം ചെറിയൊരു ടിക്കറ്റുള്ളൂ, 10 രൂപയാണ്, കുട്ടികൾക്ക് 5 രൂപയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടിക്കറ്റിൻ്റെ ഒരു പ്രശ്നമില്ല. അത് എന്നിരുന്നാലും വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ബാൽക്കണിയിലാണ്, അതിൻ്റെ തൊട്ട് മുകളിലായിക്കൊണ്ടാണ് ഈ ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വേറൊന്ന് പറയാനുള്ളത്, ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു റോഡൊക്കെ ഇങ്ങനെ പോയിരുന്നു. അതിന് ശേഷമാണ് കടൽ കുറച്ച് ദൂരത്തായിരുന്നു, ഇപ്പോൾ കടലൊക്കെ വളരെ അടുത്തായിട്ട് വന്നിരിക്കുകയാണ്.
അപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ ഇവിടെ വരേണ്ടതുണ്ട്. കുറേ ടൂറിസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അത് നഗരസഭയും എല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലൊരു സെറ്റപ്പ് ഇവിടെ ചെയ്യുകയാണെങ്കിൽ വളരെ മനോഹരം തന്നെയായിരിക്കും. അപ്പം നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ കഴിയും പൊന്നാനിക്ക്. പൊന്നാനി വളരെ സൗന്ദര്യമായ ഒരുപാട് ഭാഗങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ലൈറ്റ് ഹൗസിലേക്ക് കയറുമ്പോൾ അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം മെല്ലെ മെല്ലെ കയറി വരുന്നതുകൊണ്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുന്നതുകൊണ്ട് കയറുമ്പോൾ അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇറങ്ങുമ്പോഴുള്ള ആ ഒരു ഇത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും വീഡിയോയിൽ. ഇറങ്ങുമ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു ഇത് തോന്നി. കാരണം ഈ റൗണ്ടായിട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുന്നതുകൊണ്ട് കുറച്ച് ഇതായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ പലരും പറയാറുണ്ട് ഇങ്ങനെ എങ്ങനെ കയറിപ്പോണ് തലകറക്കുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യത കുറവാണ്. കാരണം വളരെ സാവകാശം കയറാനുള്ള എല്ലാ സെറ്റപ്പുകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ കയറി പോകാനുള്ള ഒരു ഇതുള്ളൂ. പക്ഷേ ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. നല്ല മനോഹരം തന്നെയാണ്. ആ ഒരു സ്റ്റെയർ കേസ് താഴോട്ട് ഇങ്ങനെ വളഞ്ഞ് പോയ ഒരു കാഴ്ച ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഇത്രയൊക്കെയാണ് മുകളിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി താഴോട്ട് ഇറങ്ങി നോക്കാം. ഇങ്ങനെയാണ് ഒരു സ്റ്റെയർ കേസ്. ഇപ്പോൾ ചെറിയൊരു ഇത് തോന്നിയിട്ടോ. കാരണം താഴോട്ട് ഇറങ്ങുമ്പോഴേ നമുക്കൊരു ഇതിൻ്റെ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയൊരു മെല്ലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവുകയില്ല. അപ്പോൾ എന്തായിരുന്നാലും നല്ല മനോഹരം തന്നെയാണ്. വളരെ ഭംഗിയുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ലൈറ്റ് ഹൗസിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. കാരണം മുമ്പ് കയറാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സാഹചര്യം ഒത്തു വന്നില്ല. പക്ഷേ ഇപ്പോഴാണ് കുട്ടികളുമൊത്ത് ഇവിടെ കയറാനുള്ള ഒരു നമ്മൾ പ്രവാസ ലോകത്തായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ മദീനയിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ നമുക്കൊന്ന് ഇവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്. മാഷാ അല്ലാഹ്, എന്തായിരുന്നാലും വളരെ മനോഹരം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വീഡിയോയിൽ നിങ്ങൾ കാണുന്ന താഴോട്ട് ആ സ്റ്റെയർ കേസ് വളഞ്ഞ് പോകുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഏകദേശം പൊന്നാനിയുടെ മുഖച്ഛായ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കർമ്മ റോഡ് വന്നതുകൂടി തന്നെ ഒരുപാട് ബിസിനസ്സുകാർക്കും നല്ലൊരു ബിസിനസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം, അതുപോലെ തന്നെ ഹാർബറിൻ്റെ മാറ്റങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ്റിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ടൂറിസത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ പൊന്നാനി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പൊന്നാനിയിൽ വരാത്തവർ വന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ലൈറ്റ് ഹൗസിൽ കയറാൻ കഴിയും. അപ്പം ഒരുപാട് ഏകദേശം ഇതിൻ്റെ സമയം 9 മണി മുതൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. അപ്പോൾ ഏകദേശം ഒരു 5:30 ആ ഒരു സമയത്താണ് ഇത് അടക്കുക. അപ്പോൾ അത് വരെ നമുക്കിവിടെ എൻജോയ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. അപ്പോൾ ഏകദേശം ഞങ്ങളിപ്പോൾ താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലൈറ്റ് ഹൗസിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വരാൻ കഴിയുന്നവരമാതി ഇവിടെ സന്ദർശിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.